ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഫുൾ ഡേ എങ്ങനെ പഠിക്കാം എന്നുള്ളത് ടൈം ഇങ്ങനെ സ്ലോട്ടാക്കി തന്നിട്ട് ഒരു ഫുൾ ഡേ ഒരു 9 or 10 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫുൾ ഡേ പ്ലാൻ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു, സ്റ്റഡി പ്ലാൻ. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ ഏത് സമയത്താണ് എണീക്കാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഈ ഒരു ടൈം ടേബിളിൽ 5 AM തൊട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ചിലപ്പോൾ നമുക്കൊരു 12 വരെയൊക്കെ പോകുമായിരിക്കും ടൈം ടേബിൾ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്താണ് ഉറങ്ങാതിരുന്ന് പഠിച്ചാൽ മറന്നു പോയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഇത്രയും നാൾ പഠിക്കാത്തവർ ഇനിയുള്ള ദിവസം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്ക് ഫുൾ മാർക്ക്, ഫുൾ A+ ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെർമനൻ്റ് ആയിട്ടല്ലല്ലോ ഇങ്ങനെ ഉറക്കം കളഞ്ഞിരിക്കുന്നത്. ഇനിയൊരു 7 ദിവസം എന്തോ ഉണ്ട്. ഒരു 7 ദിവസത്തേക്ക് നമ്മൾ കുറച്ചൊക്കെ ഉറക്കം കളയുന്നതിനും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഗ്രേഡിനും മാർക്കിനും വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓൾസോ ഇഫ് യു ഫൈൻഡ് മൈ ചാനൽ ഹെൽപ്ഫുൾ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ടൈം തുടങ്ങുന്നത് 5 AM ആണ്. അപ്പോൾ 5 AM to 5:30 നമ്മൾ ഫ്രഷപ്പിന് കൊടുക്കും. ഫ്രഷപ്പിനും നമുക്കൊന്ന് ഫ്രഷ് ആവാനും നമ്മുടെ ആ ഒരു ഡേ പ്ലാൻ ചെയ്യാനും ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി 5 to 5:30 നമ്മൾ കൊടുക്കും. ആൻഡ് 5:30 to ഒരു 6:30 or 7 നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് കൊടുക്കാം. 7 കൊടുക്കാം. അപ്പം 7 കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു 5:30 to 6:30 ഫസ്റ്റ് ചാപ്റ്ററിന് കൊടുക്കുക. ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഈസി ചാപ്റ്റർ എടുക്കുക. രാവിലെ നമ്മൾ ആദ്യം നമ്മളൊരു ഡേ തുടങ്ങുമ്പോൾ തന്നെ ഹാർഡ് ചാപ്റ്റർ എടുത്തു, ആൻഡ് ആ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദിവസത്തെ ഫുൾ പ്ലാനും ഫ്ലോപ്പ് ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 5:30 to 6:30 ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക. ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ ഷുഡ് ബി ഈസി വൺ. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ടൊരു 6:30 to 7 നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാം. ആൻഡ് 7 to 9 സെക്കൻഡ് ചാപ്റ്റർ എടുക്കുക. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കാം. ഹാർഡല്ല, എന്നാലും ഈസി അല്ല ഹാർഡല്ല, ഇടയിൽ നിൽക്കുന്ന ഒരു മോഡറേറ്റ് ചാപ്റ്റർ 7 to 9. ആൻഡ് 9 to 9:30 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 9:30 to 10:30 തേർഡ് ചാപ്റ്റർ എടുക്കാം. തേർഡ് ചാപ്റ്റർ ഒരു മോഡറേറ്റ് ലെവൽ ചാപ്റ്റർ എടുക്കുക. ആൻഡ് അത് കഴിഞ്ഞൊരു 10:30 to ഒരു 10:45 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് എടുക്കാം. ആൻഡ് ദെൻ 10:45 to ഒരു 12 വരെ നിങ്ങൾക്ക് ഫോർത്ത് ചാപ്റ്റർ എടുക്കാം. ഫോർത്ത് ചാപ്റ്റർ ഒരു ഹാർഡ് ചാപ്റ്റർ എടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് കൂടി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാർഡ് ചാപ്റ്റർ എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 12 to 1 നമുക്കൊരു ഫിഫ്ത്ത് ചാപ്റ്റർ എടുക്കാം. ഫിഫ്ത്ത് ചാപ്റ്റർ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കാം. ആൻഡ് 1 to 1:45 നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മളിപ്പോൾ ആദ്യം ഒരു 5 ചാപ്റ്റേഴ്സ് പഠിച്ചില്ലേ, ഈ ഒരു 5 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനാണ് നമ്മൾ 1 to 1:45. 2 to 3 നിങ്ങൾക്കൊരു ലോങ് ബ്രേക്ക് എടുക്കാം, ലഞ്ചിനും അങ്ങനെയായിട്ടൊക്കെ. അത് കഴിഞ്ഞ് 3 to 4 ഒരു 6th ചാപ്റ്റർ എടുക്കാം. അതൊരു ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്കപ്പോൾ എടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് 4 to 4:15 ഒരു ബ്രേക്ക് എടുക്കുക. ആൻഡ് 4:15 to 5:30 സെവൻത് ചാപ്റ്റർ ഒരു ഹാർഡായിട്ടുള്ള ചാപ്റ്റർ എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ച് റിഫ്രഷ്ഡ് ആവും. ഞാൻ ഈ 2 to 3 നിങ്ങൾക്ക് ബ്രേക്ക് തന്നത് ആ ഒരു ടൈമിലാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ക്ഷീണം വരാൻ സാധ്യത. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് പഠിച്ചാൽ തലയിൽ നിൽക്കില്ല. അതാണ് അങ്ങനെ ഒരിത് തന്നത്. ആൻഡ് 5:30 വരെ 7th ചാപ്റ്റർ. ആൻഡ് 5:30 to 6 നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ആൻഡ് 6 to 8 8th ചാപ്റ്റർ എടുക്കാം. ഓക്കെ, 8th ചാപ്റ്റർ ഒരു ഹാർഡായിട്ടുള്ള ചാപ്റ്റർ എടുക്കുക. ആൻഡ് 8 PM to 9:30 9th ചാപ്റ്റർ എടുക്കുക. അതൊരു നമുക്ക് മോഡറേറ്റ് ലെവൽ ചാപ്റ്റർ എടുക്കാം. ആൻഡ് അത് കഴിഞ്ഞ് 9:30 to 10:30 ഒരു ബ്രേക്ക്. ആൻഡ് 10:30 to 11:30 10th ചാപ്റ്റർ എടുക്കുക. അത് ഹാർഡോ മോഡറേറ്റ് ആയിട്ടുള്ള ചാപ്റ്ററോ നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഒരു 11:30 to 12:30 ഓർ 11:30 to 12 നമ്മൾ ഇതുവരെ രാവിലെ മുതൽ ഇപ്പോൾ രാത്രി വരെ പഠിച്ച 10 ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പം റിവൈസ് ചെയ്യാൻ 11:30 to 12:30 വേണമെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര സമയം എടുത്ത് റിവൈസ് ചെയ്യുക. എല്ലാം റിവൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇതാണ് സ്റ്റഡി പ്ലാൻ.